ഹായ്, ഇന്ന് 23 ജനുവരി 2025. ഓക്കെ, രാവിലെ 5:30 സമയം. ഇന്ന് വന്നിരിക്കുകയാണ് സ്കൂബയ്ക്ക്. ഡൈവ് ടീമിൻ്റെ പേര് ഇന്ത്യ സ്കൂബ എക്സ്പ്ലോറേഴ്സ് എന്നാണ്. 4000 ചാർജ്. അവർ നോർമൽ ഡൈവിങ് ചെയ്യിപ്പിക്കും 30 മിനിറ്റ്സ്. 8 മണിക്കുള്ളിൽ ഫ്രീ ആവുമെന്ന് പറയുന്നു. അതല്ലാതെ അവർ ഡിസ്കവർ സ്കൂബ എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം കൂടെ ഇട്ടിട്ടുണ്ട് 45 മിനിറ്റ് മുതൽ. അതിന് 7500 ആണ് പറയുന്നത്. ആർഗ്യുബിളി 7000 ആക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഞാൻ പോകുന്നത് 4000 ഡൈവിനാണ്. രാവിലെയുള്ള ഡൈവായത് കാരണം മിക്കവാറും തിരക്കൊന്നും കാണത്തില്ല. സീ എല്ലാം ക്ലിയർ ആയിരിക്കും, ബിക്കോസ് ഫെറീസ് ഒന്നും ഇല്ല. അപ്പോൾ അവരുടെ ട്രെയിൽസ് ഒന്നും കാണത്തില്ല, ശാന്തമായ സീ. അപ്പോൾ വിസിബിലിറ്റി കൂടുതലായിരിക്കും ഇവർ തന്നെ പറയുന്നു. ഇവരിൽ വീഡിയോ ഒക്കെ ഇവർ തന്നെ എടുക്കും. ഇൻസ്റ്റാ പ്രോയിലാണ് എടുക്കുന്നത്, ആക്ഷൻ ക്യാമറയിലാണ് എടുക്കുന്നത്. ഏത് വെർഷനാണെന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റ എന്നാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, നമ്മളിനി സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു 2-3 ഗസ്റ്റും കൂടി വരാനുണ്ട്. അതിനുശേഷം ഇവർ ഡൈവ് ടീമായിട്ട് നമ്മൾ ചെയ്യുന്നത് ബോട്ട് ഡൈവാണ്, ഷോർ ഡൈവല്ല. ഇങ്ങനത്തെ ഒരു സ്യൂട്ട് വരും നിങ്ങൾക്ക് ഇടാനായിട്ട്. മൊത്തം നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇതേപോലത്തെ ഒരു സ്യൂട്ട് വന്നിട്ട് ഇതിടാൻ പറയും. അടിപൊളി. ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ പറയും. അത് ഫില്ല് ചെയ്യാൻ പറയും. നിങ്ങളോട് അതിലൂടെ ഡയബറ്റീസ് ഉണ്ടോ, ഇയർ ഇൻഫെക്ഷൻസ് ഉണ്ടോ, സൈനസ് ഉണ്ടോ, ബ്രോങ്കൈറ്റിസ് ഉണ്ടോ, കോൾഡ് ഉണ്ടോ, എല്ലാം ഒരു ഡിഫോൾട്ടിന് ഞാൻ എല്ലാം നോയ കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് രാവിലെ എണീറ്റ് വന്നതല്ലേ. ഞാൻ കേട്ടിരിക്കുന്നത് ഷുഗർ ആണെങ്കിൽ പ്രശ്നമുണ്ട്, ഡയബറ്റീസ് ആണെങ്കിൽ പ്രശ്നമുണ്ട്, പിന്നെ BP എലിമെൻറ്റ്സ് പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എഴുതേണ്ടി വരും. അവിടെ ഒരു ചേഞ്ചിങ് റൂമൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് അവരുടെ സ്യൂട്ട്. ഇത് ബാക്ക് സൈഡിൽ വരും. ഒരു സ്യൂട്ട് വന്നിട്ട് എൻ്റെ സൈസിനനുസരിച്ചുള്ള സ്യൂട്ടാണ് തന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്കൂബ ഡൈവിങ് കഴിഞ്ഞ സൈറ്റിൽ നിന്നാണ്. ഞാൻ പോയത് ഇന്ത്യ സ്കൂബ എക്സ്പ്ലോറേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, നീൽ ഐലൻഡ്. രാവിലെ 5:15 സ്ലോട്ടാണ്. ഇപ്പോൾ സമയം 8 മണി, എല്ലാം കഴിഞ്ഞു. എൻ്റെ കൂടെ വേറെ രണ്ട് പാസഞ്ചേഴ്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഡെഡിക്കേറ്റഡ് ഡൈവറിനെ ഒരു ഫോട്ടോഗ്രാഫറും കിട്ടി. അവർ 1 മിനിറ്റിൻ്റെ വീഡിയോ എടുത്തുള്ളൂ. ആസ് എ ഇൻട്രോഡക്ടറി ഫസ്റ്റ് ടൈം സ്കൂബ ഡൈവിങ് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, നമ്മൾ സമുദ്രികയിലും മ്യൂസിയത്തിലും ആന്ത്രോപോളജി മ്യൂസിയത്തിലൊക്കെ കണ്ട അങ്ങനത്തെ ഒരു ഷോൾസ് ഓഫ് ഫിഷ് ആയിരുന്നു ഇവിടെ. കോറൽ റീഫ്സിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും ആൻഡമാനിൽ വന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കൂബ. ചെയ്ത് തന്നെ വെക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ സ്നോർക്കലിങ്ങിൻ്റെയോ ഗ്ലാസ് ബോട്ടം ബോട്ട് റൈഡിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് രണ്ട് സെയിമാണ്. സ്കൂബ ഈസ് എ മച്ച് മോർ വൈഡർ എക്സ്പീരിയൻസ്. എന്ത് വന്നാലും ചെയ്യുക. ഓക്കെ, സ്കിപ്പ് ചെയ്യരുത്. നീൽ ഐലൻഡ് ഈസ് ബെറ്റർ ദാൻ ഹാവ്ലോക്ക് എന്നാണ് എൻ്റെ കൂടെ വന്ന ഒരു അഭിപ്രായം. പിന്നെ ഒരു വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാം സൈറ്റ്സ് മിക്കതും സെയിമാണ്. ഞാൻ പോയ സൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു സൈറ്റാണ്. നമ്മുടെ ഭരത്പൂർ ബീച്ച് നേരെ നോക്കുമ്പോൾ കാണുന്നൊരു സൈറ്റാണത്. അധികം അവർ ഉള്ളിലോട്ട് കയറിയിട്ടില്ല. രാവിലെ ആയതുകൊണ്ട് ഫെറിയുടെയും അങ്ങനത്തെ തിരകളൊന്നും നമ്മുടെ വിസിബിലിറ്റിനെ ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് രാവിലെ തന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക. 5:15 സ്ലോട്ടാണ് ഏറ്റവും ബെസ്റ്റ്. ഇതല്ലാതെ വേറെ 2-3 സൈറ്റ്സ് ഉണ്ട്. ഒരു നഴ്സറി എന്ന് പറഞ്ഞൊരു സൈറ്റൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ ഒരു 30 മീറ്റേഴ്സ് 20 മീറ്റേഴ്സ് ഡെപ്തിലാണ്. അപ്പോൾ അവിടെ നമ്മളെ പോലെയുള്ള ഇൻട്രോഡക്ടറി ബിഗിനേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, സമയം രാവിലെ 8:30. ഓക്കെ, ഞാനിപ്പോൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂബ കഴിഞ്ഞിട്ട് നമ്മുടെ ഫെറി ഇന്നുണ്ട്. 11 മണിക്കാണ് ഫെറി. അപ്പോൾ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. പോണ വഴിക്ക് നമ്മൾ ഓപ്പൺ ഡെക്ക് ഫെറിയാണ് ഇപ്രാവശ്യം ചൂസ് ചെയ്യുന്നത്. ഗ്രീൻ ഓഷ്യൻ എന്നാണ് പേര്. എക്കണോമിക് ക്ലാസ്സാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ മെജോറിറ്റി ടൈം ഡെക്കിൽ ഇരിക്കാനാണ് താല്പര്യം.